അതിന് ചേരുവോ, അല്ലെങ്കിൽ നമ്മൾ ആ പാർട്ടിക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഡാൻസ് ചെയ്യണം, ഇതൊക്കെ പറയുമ്പോൾ ഇതൊന്നും എനിക്ക് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. ഞാൻ കുറച്ചൊക്കെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് സമയക്കുറവുണ്ടാ. പക്ഷെ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന അവർക്ക് വേണ്ടിയിട്ടും കൂടിയല്ലേ. ഇത് പിന്നെ അവിടെ കൊണ്ട് ഏതായാലും തീർന്നു, വേറെ ഇഷ്യൂസിലേക്കൊന്നും പോയില്ല. അവരെ രണ്ടുപേരും പറഞ്ഞ് മനസ്സിലാക്കി മാഡം വിട്ടു. പുരുഷന്മാരുടെ ഇടയിൽ എന്തുകൊണ്ടാണ് സൂയിസൈഡ് കൂടുതലാവുന്നതെന്ന് ചോദിച്ചാൽ, സോഷ്യലൈസ്ഡ് ആയിട്ട്, അതായത് ഇപ്പം ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. പുരുഷന്മാർ ഒരിക്കലും വീക്ക്നെസ് ആവാൻ പാടില്ല, കരയാൻ പാടില്ല, തനിച്ചെല്ലാം നേരിട്ടോണം, ഇമോഷണലി സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെയൊക്കെ പുരുഷന്മാരെ കുറിച്ച് സ്വയം ഇങ്ങനെ പറയും. ഞാനൊരു പുരുഷനായതുകൊണ്ട് എനിക്ക് കരയാൻ പാടില്ല. അല്ല, പുരുഷന്മാർക്ക് കരയാം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കരയാം. അല്ലാതെ ഡ്രിങ്ക്സിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോകുകയല്ല ചെയ്യേണ്ടത്. സ്ത്രീകൾക്ക് ഇമോഷൻസ് അവർ എക്സ്പ്രസ് ചെയ്യും, പുരുഷന്മാര് സപ്രസ് ചെയ്യും. ആ ഒരു സപ്രസ് ചെയ്യുന്ന ഒരു രീതി പുരുഷന്മാരുടെ ഇടയിൽ കൂടുതലുള്ളത് കൊണ്ടാണ് സൂയിസൈഡിന്റെ റേറ്റും കൂടുന്നത്. ഇവരുടെ മസ്കുലർ എനർജി സഡൻ ആയിട്ട് അവർക്ക് ഉണ്ടാവും. പുരുഷന്മാർക്ക് മസ്കുലർ എനർജി വേഗം കാരണം അവർക്കൊരു സ്റ്റൂൾ എടുക്കുക, ഒന്ന് സൂയിസൈഡ് ചെയ്യാന്നുള്ളതൊക്കെ അവരെ സംബന്ധിച്ച് ഈസിയാ. അതേസമയം ഒരു ലേഡിക്ക് അത് അത്ര എളുപ്പമല്ല. ഇപ്പൊ മേലെ നിന്ന് ചാടണമെങ്കിൽ പുരുഷന്മാർക്ക് വെരി ഈസി. ട്രെയിനിന്റെ മുമ്പിൽ ഒന്ന് ചാടി മരിക്കുക വെരി ഈസി, പോയിസൺ കിട്ടുക വെരി ഈസി. പക്ഷെ ലേഡീസിന് അങ്ങനെയല്ല. അവരൊന്ന് ചിന്തിക്കും ചില സമയങ്ങളിൽ. ഒരു പോയിസൺ വാങ്ങിക്കാനുള്ള സിറ്റുവേഷൻ അത്ര ഈസി അല്ല. അപ്പൊ ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കിട്ടുമ്പോഴത്തേക്കും അവർ മാറി ചിന്തിക്കും. പിന്നെ കറക്റ്റ് അളവിനായിരിക്കില്ല പോയിസൺ എടുക്കുന്നത്. അങ്ങനെ അറിവില്ലായ്മ കൊണ്ടൊക്കെ പോയിസൺ കുറവാകുന്നത് കൊണ്ടും ഒക്കെ അവർ രക്ഷപ്പെട്ടു പോകും. ബോയ്സ് ആണെങ്കിൽ കറക്റ്റായിട്ടെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും, അവരതനുസരിച്ച് റിയാക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് വരുന്നത്. ഓക്കെ, കൂടുതലായിട്ടുള്ള ഈ സോഷ്യൽ സിഗ്മ, പുരുഷന്മാരുടെ ഒരു കണ്ടീഷൻ ഇങ്ങനെയാണ് എന്ന് ഒരു എന്താ പറയാ സോഷ്യലി നമ്മൾ അങ്ങോട്ട് പറഞ്ഞു വെച്ചിരിക്കുക. അല്ലെങ്കിൽ എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം മറ്റൊരാളോട് പോയി പറയണോ, അതും വേണ്ടാന്ന് വെക്കും. മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യാൻ അവർ ചിലപ്പം സമ്മതിക്കുകയില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ അതൊരു ഷെയിം ആയിട്ട് കാണുന്നതുണ്ടാവും. ആ ഷെയിം ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ഡിസ്കസ് ചെയ്യില്ല. ലേഡീസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഡിസ്കഷനിലേക്ക് വരും. ഇമോഷൻ ഷുഡ് ബി എക്സ്പ്രസ്ഡ്. നമ്മളെല്ലാ ഇമോഷനും സപ്രസ് ചെയ്ത് വെക്കാതെ, എല്ലാ ഇമോഷനും സപ്രസ് ചെയ്ത് വെക്കരുത്. ഈ കോൺവെർസേഷൻ എങ്ങനെയാ അവർ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കണക്ഷൻ റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം.